ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ടൈം 9:25 ആയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും നമ്മൾ മാർക്ക് ചെയ്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് വരികയാണ് ഉണ്ടായത്. ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് ആദ്യം സ്വീപ്പ് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഗ്യാപ്പ്, ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയത് തന്നെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഉള്ളത്. ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫർദർ മൂവ്മെൻറ്റിനൊരു ചാൻസ് ഉള്ളൂ. ഇൻ കേസ് നമ്മൾ നിഫ്റ്റിലായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഈ ഗ്യാപ്പ് ഫില്ല് ഓൾമോസ്റ്റ് നിഫ്റ്റിയിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഫില്ലായി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. അതിന് മുകളിൽ നമ്മളൊറ്റ ലെവലിൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അവിടെ നിന്ന് നല്ലൊരു ഫാളാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നത്? ഇവിടെ നമുക്കൊരു സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു റിവേഴ്സിൽ, ഒരു ഇൻട്രാഡേ റിവേഴ്സിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ബുള്ളിഷ് ട്രേഡിലേക്ക് എൻ്റർ ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് ഇവിടം വരെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, ഇനി ഫർദർ വേണമെങ്കിൽ ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവാം, വേണമെങ്കിൽ ഇവിടുന്ന് റിവേഴ്സിലും വരാം. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് മാത്രം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ നിലവിലുള്ള ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവലും പിന്നെ നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ആ ലോയും, ഇതാണ് ഇപ്പോഴത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ നിന്നൊരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് നമ്മളൊരു ഇൻട്രാഡേ റിവേഴ്സലിൽ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ തന്നെ നമ്മൾ നമ്മുടെ റെഗുലർ എൻട്രി നമുക്കറിയാലോ, അത് വെച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 9:49 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ, നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? നമുക്ക് ഒരു പ്രീമിയം സോണാണോ ഡിസ്കൗണ്ട് സോണാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ഏരിയ. ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുമോ? എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒരു ഡിസ്കൗണ്ട് സോണിലേക്ക് മാർക്കറ്റ് വരണം. അതിനായിട്ട് നമുക്ക് ലോയും ഹൈയും തമ്മിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും കിട്ടും. പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് സോണിലെ ഏരിയയിലേക്ക് വന്നാൽ മാത്രം നമ്മൾ എൻട്രി എടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ FEG വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ നമ്മുടെ ഓർഡർ ബ്ലോക്ക് നമുക്ക് ആ വിക്കായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ബോഡിയും കൂടി നമുക്ക് കീപ്പ് ചെയ്തിട്ട് ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ FEGയിലാണെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നുള്ളൂ. ഇൻ കേസ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ മുകളിൽ എൻട്രി എടുക്കാൻ പോയി കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്കൗണ്ട് സോണിലുള്ള FEGയിലേക്ക് വന്നാൽ മാത്രം നമ്മൾ ബുള്ളിഷ് ട്രേഡ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ പ്രൈസ് ഈ ലെവലിൽ എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 11:45 കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മോർണിംഗ് സെഷനിലുണ്ടായ ആ FEG നമുക്ക് തരാണ്ട് നമുക്ക് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷേ നമുക്കിപ്പോൾ ഒരു ബെയറിഷ് സൈഡിലേക്ക് ഒരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചിട്ട് അവിടുത്തെ സ്റ്റോപ്പ് ലോസുകൾ അടുപ്പിച്ചിട്ട് അവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്കും കൂടി ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസുകൾ അടുപ്പിച്ചിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ സ്വിങ് ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റായിട്ട് ഒരു 1:4 ടാർഗറ്റ് നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ട്രേഡേഴ്സ് എല്ലാവരും മുകളിലേക്കാണ് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതൊരു ട്രാപ്പാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി കൂടിയാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ച് കഴിഞ്ഞിട്ട് നേരെ മാർക്കറ്റ് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ താഴെയുള്ള FEG, താഴെ നമ്മുടെ മോർണിംഗ് സെഷനിൽ മാർക്ക് ചെയ്ത ആ FEGയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലേ ആണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ എൻട്രി എടുക്കുന്നത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നുള്ളൂ. ഇൻ കേസ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നുള്ളൂ. 1:4 ടാർഗറ്റ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇൻ കേസ് ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 80% ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്ത 25,300 പുട്ട് ഓൾമോസ്റ്റ് ഒരു 15 പോയിൻറ്റ്സ് നമ്മൾ സേഫ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫ്രഷ് ആയിട്ടൊരു BOIസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി ഫർദർ താഴത്തേക്ക് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെന്തായാലും 1:4 ടാർഗറ്റ് നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. ഓപ്ഷൻസിൽ വളരെ കുറച്ച് മൂവ്മെൻറ്റ് ഉള്ളെങ്കിൽ നമ്മുടെ സേഫ് ടാർഗറ്റ് 15 പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് മാർക്കറ്റ് ഒന്നുകൂടി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും 1:4 ടാർഗറ്റ് നമുക്ക് എന്തായാലും ഇവിടെ വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇനിയും കുറച്ചും കൂടി താഴത്തേക്ക് വരാനുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റ് ആണ്. വളരെ ചെറിയ ടൈം കൊണ്ട് നമുക്ക് ഒരു താഴത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി. അതാണ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടില്ലേ. ആ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ടാർഗറ്റാണോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 11:57 ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1:4 ടാർഗറ്റ് നമുക്ക് ഹിറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് നമുക്ക് ആ FEG ഏരിയയിലേക്ക് വന്നാലോ അല്ലെങ്കിൽ നമുക്കൊരു വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 12:08 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ട്രെൻഡ് ലൈൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈന് ടാപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു FEG നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത FEG ഏരിയയിൽ പ്രൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു 1:3 ടാർഗറ്റ് കിട്ടുന്ന പോലെ ഒരു ട്രേഡും കൂടി പ്ലാൻ ചെയ്യാം. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ FEG ഏരിയയിൽ എത്തുമുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് കൂടുതലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ FEG ടാപ്പ് ചെയ്യണ വരെ മാർക്കറ്റ് ഇങ്ങനെ തന്നെ താഴത്തേക്ക് പോകാനാണ് കൂടുതൽ ചാൻസ്. നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് 1:3 ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തായാലും നോക്കാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കുന്നത് FEGക്ക് തൊട്ട് മുകളിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത FEGക്ക് തൊട്ട് മുകളിലാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്നത്. എന്തായാലും ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 12:30 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ട്രേഡും ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1:3 ടാർഗറ്റ് നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1ഉം 2ഉം ട്രേഡ് വളരെ നല്ലൊരു ട്രേഡായിരുന്നു. ഇനി നമുക്ക് താഴത്തേക്ക് വീണ്ടും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്കിലും ഇനി നമുക്ക് താഴെ ആ FEG ഏരിയയിൽ കിട്ടിയാൽ മാത്രം നമുക്കൊരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും നമുക്ക് പ്രൈസ് ആ റേഞ്ചിൽ എത്തുന്നവരെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 1:44 കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലെ മുതൽ വെയിറ്റ് ചെയ്ത FEGയിലേക്ക് നമ്മുടെ പ്രൈസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ FEGക്ക് തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റായിട്ട് നമുക്ക് 1:3 ടാർഗറ്റ് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് മെയിനായിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതൽ. കാരണം മോർണിംഗ് സെക്ഷനിൽ ഓൾറെഡി മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. അത് മാത്രമല്ല അപ്പ് ഉണ്ടാക്കിയ ഒരു മേജർ ഒരു FEGയിലാണ് ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രേഡ് കുറച്ചും കൂടി ആക്യുറേറ്റ് നമുക്ക് കുറച്ചും കൂടി റിസ്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ ആ ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ഓർഡറുകളും എടുത്ത് ഇനി ഫർദർ അപ്വേഡ് മൂവ്മെൻറ്റിലേക്കാണ് ഇനി നമുക്ക് ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് 1:3 ടാർഗറ്റ് വയ്ക്കാം. എനിക്കിപ്പോൾ ഈവനിങ് നമുക്ക് കുറച്ച് നേരത്തെ ഒരു അർജൻറ്റ് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 1:3 ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ക്വിക്കായിട്ട് നോക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 1:3 ടാർഗറ്റ് ബുള്ളി സൈഡിലേക്കുള്ള ട്രേഡും കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ലൊരു ട്രേഡായിരുന്നു. ഓൾമോസ്റ്റ് 3 ട്രേഡ് നമ്മളെടുത്തു. ഒരു ഫസ്റ്റത്തെ ട്രേഡ് 1:4 ടാർഗറ്റും രണ്ടാമത്തെ മൂന്നാമത്തെ ട്രേഡ് 1:3 ടാർഗറ്റും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ SMC യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഡയറക്റ്റ്ലി നിങ്ങൾ വെറുതെ ട്രേഡ് എടുക്കണേക്കാൾ നല്ലത് ഇങ്ങനെ കുറച്ച് ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളുക. നല്ല നല്ല അപ്ഡേറ്റ്സ് അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ വീഡിയോയിൽ.
പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.